പ്രിയമുള്ളവരെ, നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ഭൂമിയല്ല. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ മോഹങ്ങളിൽ നമ്മളെ എന്ത് ചെയ്യാൻ പാടില്ല? താഴെ ഇടാനായിട്ട് പാടില്ല. വി നീഡ് ടു നോ that we are flying high because we are born to fly. നമ്മൾ ഉയരെ പറക്കാനായിട്ടുള്ളവരാണ്. നമ്മൾ രാജകുമാരന്മാരാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. know who you are. അത് തന്നെയല്ല, ഇതാക്കാനായിട്ട് നമ്മളെ ദൈവ മക്കളാക്കാൻ അലക്സാണ്ടർ രാജകുമാരൻ ഫിലിപ്പ് രാജാവിൻ്റെ മകനായിട്ട് ജനിച്ചതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചേറ്റുകുഴിയിൽ നിന്ന് സ്വന്തം രക്തം കൊടുത്ത് യേശു നമ്മളെ അവൻ്റെ മക്കളാക്കി തീർത്തതാണ്. ആൻഡ് ഹീ പെയ്ഡ് എ പ്രൈസ് ഫോർ ദാറ്റ്. അവൻ വില കൊടുത്ത് നമ്മളെ അവൻ്റെ മക്കളാക്കിയതാണ്. അവൻ തന്നെ നമ്മളുടെ പുത്രന്മാരാക്കിയതാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? നമ്മൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നമ്മളെ തന്നെ ഇട്ട് കളയത്തില്ല. അതുകൊണ്ട് മദ്യപന്മാരെ, ആദ്യം നിങ്ങൾ ഉണരുക. നോ ഹൂ യു ആർ. ഇപ്പോൾ നിങ്ങൾ ആരാണെന്നുള്ളത് തിരിച്ചറിയുക. ഞാൻ ആരാണെന്ന് ഞാൻ അറിയണം. ഞാനൊരു ദൈവ പൈതലാണ്. ഞാൻ ആരാകാനുള്ളവനാണെന്നറിയണം. ഞാൻ തേജസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന, തേജസ്സിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന, ആ പുത്രത്വത്തിൻ്റെ തേജസ് പ്രാപിക്കാനായിട്ട് സ്വർഗ സിയോനിലേക്ക് യാത്ര ചെയ്യുന്ന ആ തേജസ്സിൻ്റെ സഞ്ചാരിയാണ് ഞാൻ. ആ ഒരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഈ മലിനമായ ഭൂമിയിൽ ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കിടന്ന് ഉഴലുവാനായിട്ട് ഞാൻ ഒരിക്കലും തയ്യാറാവുകയില്ല. ലോകത്തിൻ്റെ മലിനതകൾ കൊണ്ട് ഞാൻ എൻ്റെ ഉടുപ്പ് വൃത്തികേടാക്കത്തില്ല. കാര്യം എന്താണ്? ഒരു തേജസ്സിൻ്റെ വസ്ത്രം ധരിക്കാനുള്ളവനാണ് ഞാൻ. എനിക്ക് വേണ്ടി വേദപുസ്തകം പഠിപ്പിക്കുന്ന അനുസരിച്ച് നമ്മൾ മക്കളെങ്കിലും അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമാണ്. സ്വർഗത്തിൽ യേശുവിന് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം എനിക്കും തരാനായിട്ട് ദൈവം ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ മലിനതകൾ കൊണ്ട് എൻ്റെ ഉടുപ്പ് ഞാൻ ഒരിക്കലും മലിനപ്പെടുത്തുകയില്ല എനിക്ക് തീർച്ചയായിട്ടും ബോധ്യമുണ്ട്. അതിനുള്ള വലിയ ഒരു എഫേർട്ട് ഞാൻ എടുത്താലേ പറ്റുള്ളൂ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവർ, അവർക്കാണ് തേജസ്സിൻ്റെ കിരീടം അല്ലെങ്കിൽ തേജസ്സിൻ്റെ വസ്ത്രം കർത്താവ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ ആരാണ്? എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെ ഞാൻ ഇപ്പോൾ ആരാണെന്ന് മനസ്സിലാക്കണം. എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെ അല്ലെങ്കിൽ പാതകങ്ങളെ ഓർത്ത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള പാളിച്ചകൾ, ഒരുപക്ഷെ കർത്താവ് എന്നെ വീണ്ടെടുത്തു, കഴിഞ്ഞകാല പാപങ്ങളിൽ നിന്ന് കർത്താവ് എന്നെ വീണ്ടെടുത്തു. വീണ്ടും ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? മലിനതകളിലേക്ക് പോകാൻ പാടില്ല. ഒരു ചെറിയ പാളിച്ചെങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനുതാപം ആവശ്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ആദ്യം രാവിലെ പറഞ്ഞതുപോലെ, ആർക്കാണ് അനുതാപം ആവശ്യമായിരിക്കുന്നത്? ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിൽ അല്ലാത്ത എല്ലാവർക്കും അനുതാപം ആവശ്യമാണ്. ദൈവം എന്നെ കൊണ്ട് ഭൂമിയിൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ, ഈ ഭൂമിയിൽ എന്ത് നിലയിൽ എന്നെ ആക്കി തീർക്കാൻ ഉദ്ദേശിക്കുന്നുവോ, ആ പെർഫെക്റ്റ് വില്ലിൽ അല്ല ഞാനെങ്കിൽ എനിക്ക് അനുതാപം ആവശ്യമാണ്. നമ്മുടെ പാസ്റ്റ് ലൈഫിൻ്റെ തിരിച്ചറിവാണ് നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലെ പാളിച്ചകളാണ് എന്നെ എന്ത് ചെയ്യുന്നത്? അനുതാപത്തിലേക്ക് നയിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ നമ്മുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിലായിരുന്നോ ഞാൻ? ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിൽ അല്ലെങ്കിൽ അവൻ്റെ പൂർണ്ണതയുള്ള ദൈവഹിതത്തിലല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, മദ്യപന്മാരെ ഉണർന്ന് കരയുവിൻ എന്ന് പറയുന്നത്, അലമുറയിട്ട് കരയുവാനായിട്ട്, കർത്താവെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് അലറി കരയാനുള്ള സമയമാണിപ്പോൾ. കഴിഞ്ഞ കാലങ്ങളിലെ പാളിച്ചകളെ ഓർത്ത്, സ്നേഹക്കുറവിനെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണം? അലറി കരയേണ്ട സമയമാണ്. ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. വിശ്വാസത്തിൽ വന്നതിന് ശേഷം, കർത്താവിൻ്റെ വീണ്ടെടുപ്പിനെ പ്രാപിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എത്രയോ തവണ ഞാൻ ദൈവത്തെ മറന്നുപോയി. എത്രയോ തവണ ഞാൻ ദൈവത്തോട് റിബല്യസ് ആയി. എത്രയോ തവണ ദൈവത്തിന് എന്നെ ആക്കേണ്ട സ്ഥാനത്ത് കയറി നിൽക്കാതെ പകരം ഞാൻ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് നൂണിറങ്ങിപ്പോയി. ഇതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അലറി കരയുകയാണ്. ബോധ്യം ഉണ്ടാകുമ്പോഴേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഉണർന്ന് കരയുവിൻ എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ഒരു കരച്ചിലല്ല. ഉണർന്ന് കരയുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധ്യത്തോടുകൂടെ കരയുവിൻ എന്നാണ് അർത്ഥം. ഇന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം. നമ്മുടെ പാളിച്ചകൾ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ബോധ്യമുണ്ടാകണം. നമ്മളുടെ ദൈവബന്ധത്തെ നമ്മൾ മറന്നു കളഞ്ഞെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധ്യം, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എന്നെ വീണ്ടെടുത്ത യേശുവിൻ്റെ രക്തത്തെ ഞാൻ വിലയുള്ളതായി കണക്കാക്കിയില്ല. അതിനും അപ്പുറത്ത് ലോകത്തിൻ്റെ മോഹങ്ങൾ എന്നെ സ്വാധീനിച്ചെങ്കിൽ, യേശുവിൻ്റെ രക്തത്തെ മറന്നു കളഞ്ഞെങ്കിൽ, അവൻ്റെ രക്തത്തെ മറന്നിട്ട് ഞാൻ അശുദ്ധിയിൽ ജീവിച്ചെങ്കിൽ, ആ രക്തത്തെ ഞാൻ അവഗണിച്ചെങ്കിൽ, ഞാൻ തീർച്ചയായും എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഞാൻ അനുതപിച്ച് അലറി കരഞ്ഞാലേ പറ്റുകയുള്ളൂ. ഞാൻ ദ്രവ്യാഗ്രഹിയായി പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ലോകമോഹം കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ അനുതപിക്കാനുള്ള സമയമാണ്. ഞാൻ ആരാണെന്ന് ഞാൻ ഓർത്തിരുന്നെങ്കിൽ ഞാൻ ചെയ്ത പല കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നില്ല. കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചെയ്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യത്തില്ലായിരുന്നു. ഞാൻ ആരാണ്, എൻ്റെ ദൈവബന്ധം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രയും പാളിച്ചകളിൽ നമ്മൾ വീണ് പോകത്തില്ലായിരുന്നു. നമ്മൾ ഇതിനേക്കാൾ എത്രയോ അധികമായി നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹിച്ചേനെ.
ഞാൻ ആരായിരുന്നു, ഞാൻ ആരാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന പല വാക്കുകളും ഞാൻ ഉപയോഗിക്കുമായിരുന്നില്ല. ഞാൻ ആരാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നും തേജസ്സിലേക്ക് യാത്ര ചെയ്യുകയാണെന്നും അറിഞ്ഞിരുന്നെങ്കിൽ ആ തേജസ്സിൻ്റെ വാടാത്ത കിരീടം, ആ തേജസ്സിൻ്റെ സിംഹാസനം എനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്ന് എനിക്ക് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ കസേരയ്ക്ക് വേണ്ടി ഞാൻ ഒരിക്കലും വഴക്കുണ്ടാക്കത്തില്ലായിരുന്നു, ഇല്ലേ? ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തീർച്ചയായും ഇതിനേക്കാൾ ആത്മീകമായ ഒരു ജീവിതം ജീവിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. ഇറ്റ് ഈസ് എ ടൈം ഫോർ റിട്രോസ്പെക്ഷൻ, മടങ്ങി വരവിന്, കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയ്ക്ക്, ഒരു വ്യത്യാസത്തിന്, നമ്മുടെ ജീവിതത്തിന് ഒരു വ്യത്യാസം ഉണ്ടാക്കാനുള്ള സമയമാണിപ്പോൾ. അതിനുവേണ്ടിയുള്ള ഒരു സമയം നമ്മളിപ്പോൾ എടുക്കുകയാണ്. ഞാനൊരു മിനിറ്റ് ഈ സെഷൻ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെല്ലാവരും ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കഴിഞ്ഞ കാലത്തെ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസികളായ ആളുകളോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപക്ഷെ ശുശ്രൂഷയിലുള്ളവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ ആരാണെന്നുള്ള ബോധ്യത്തോടു കൂടെയാണോ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ ഇടപെട്ടത്? നമ്മുടെ ഉള്ളിൽ മോഹത്തിൻ്റെ തീ പിടിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കുക. നമ്മുടെ വീടിന് തീ പിടിക്കുന്നത് അറിയാതെ അകത്തിരുന്ന് അധികാര കസേരയിൽ കളി കളിക്കുന്ന ഒരു സ്റ്റേജ് പലപ്പോഴും നമുക്കുണ്ടായിട്ടില്ലേ? ഇലക്ഷനും മറ്റേതും മറിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വി തോട്ട് ഇറ്റ് ഈസ് സംതിങ് ഗോഡ്ലി, അത് ദൈവികമാണെന്നുള്ള ചിന്തയിൽ നമ്മൾ പലപ്പോഴും ഇടപെടുകയും, എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം എന്നെ കൊണ്ട് എന്തുദ്ദേശിക്കുന്നു അത് ചെയ്യാൻ എനിക്ക് കഴിയും. ഒരു റിട്രോസ്പെക്ഷൻ. എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഇതാരും ആരെയും വിധിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചേ. എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തവരായിട്ടുണ്ട്. എത്രയോ സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജിൽ നമ്മൾ ആയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടൽ മനസ്സിലാക്കിയപ്പോഴും നമ്മൾ രാവിലെ കേട്ടതുപോലെ അതിൻ്റെ പിന്നിൽ ദൈവം പ്രവർത്തിച്ചെങ്കിൽ അതിനെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാതെ എത്രയോ പ്രാവശ്യം സീരിയസ് അല്ലാതായിട്ടുണ്ട്. പലപ്പോഴും ദൈവത്തിൻ്റെ സിഗ്നൽ കിട്ടിയിട്ടും സാരമില്ല, ദൈവം അതൊക്കെ ക്ഷമിച്ചോളും എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഉദാസീനതയോടുകൂടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ദൈവം ഇടപെട്ടതായ സന്ദർഭങ്ങളിൽ കർത്താവേ ഒരു പ്രാവശ്യം കൂടെ ഞാനിതൊക്കെ ചെയ്തോട്ടെ, പിന്നെ അങ്ങ് മടങ്ങി വന്നേക്കാം എന്ന് പറഞ്ഞ് എത്രയോ പ്രാവശ്യം നമ്മൾ ദൈവിക പദ്ധതിയെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ ആരാണ്? ഞാൻ ആരാകേണ്ടയാളാണ്, പക്ഷേ ഇപ്പോൾ ഞാൻ ആരാണ്? ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിലാണോ ഞാൻ? നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകൾ ഉണ്ടെങ്കിലെന്നല്ല, നമ്മുടെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള പാളിച്ചകളെ നമുക്കൊന്നുകൂടെ ഒരു മടങ്ങി വരവിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധി നമുക്കൊന്നുകൂടെ ഒന്ന് സമർപ്പിക്കാം. ബോധമുള്ളവരായി നമുക്ക് കരയാം, ബോധമില്ലാത്തവരായിട്ടല്ല. ഉണർന്ന് കരയുക. ഉണരുമ്പോൾ നമ്മൾ കാണുകയാണ് എന്താണ് സംഭവിച്ചെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കാണുകയാണ്. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ മോഹത്തിൻ്റെ തീ പിടിച്ചവരായിട്ട് നമ്മളായിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളോട് കർത്താവ് പറയാണ്, ആ അവസ്ഥയിൽ നിന്ന് ഒരു വിടുതൽ ആവശ്യമുണ്ട്. നമ്മുടെ ജഡികോല്ലാസത്തിൻ്റെ തീയ്, നമ്മുടെ ദ്രവ്യാഗ്രഹത്തിൻ്റെ തീയ്, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരൊന്ന് ആലോചിച്ച് നോക്കേ. ഇൻ്റർനെറ്റിൻ്റെയും സോഷ്യൽ നെറ്റ്വർക്കിൻ്റെയും ഒക്കെ തീയിൽ, ജഡിക ഉല്ലാസങ്ങളുടെ തീയിൽ, പണത്തിൻ്റെ തീയ് നമ്മുടെ വീടിന് മുകളിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിന് മുകളിൽ അത് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലിങ്കിൽ നിന്ന് മറ്റൊരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് പോകുന്നത് പോലെ അഗ്നി നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന ഒരു സ്റ്റേജ്. അത് നമ്മൾ ശരിക്കും കാണുന്നുണ്ടോ? കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മത്തരായിരിക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തിൻ്റെ സുഖങ്ങളിൽ നമ്മൾ മത്തരായിരിക്കുകയാണ്. ലോകം ഉപേക്ഷിച്ച കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നത്. ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് സംതൃപ്തി തരികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് സംതൃപ്തി ലഭിക്കുന്നത് കർത്താവിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഭൂമിയിലെ ഏത് കാര്യവും ആദ്യം നമുക്ക് രസകരമായി തോന്നും, പിന്നീട് നമ്മളതിനെ വെറുക്കും, മടുക്കും. എന്നാൽ സംതൃപ്തിയുള്ളൊരു ജീവിതമാണ് ഏറ്റവും വിലയേറിയതെന്ന് വേദോസം പഠിപ്പിക്കുന്നു. സംതൃപ്തിയോടുകൂടിയ ഭക്തിയാണ് ഏറ്റവും വിലയേറിയത് എന്ന് തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നു. നമുക്ക് ശരിക്കും സംതൃപ്തിയുണ്ടോ? അതോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടിന് മുകളിൽ തീ പിടിച്ചിരിക്കുകയാണോ? നമ്മുടെ റിലേഷൻസിന് മുകളിൽ തീ പിടിച്ചിരിക്കുകയാണോ? അതറിയാതെ നമ്മളിവിടെ അതിനെ ഗൗരവമായി എടുക്കാതെ ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ടവരെ പോലെ ആരാധനയുടെ തന്നെ ആയിക്കോട്ടെ അതിൻ്റെയും മത്ത് പിടിച്ചിരിക്കുകയാണോ നമ്മൾ? ഇന്ന് ഈ സായാഹ്ന സമയത്ത് ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് ചോദിക്കുന്നു, നമുക്കൊന്ന് ഉണർന്ന് പുറത്തോട്ടിറങ്ങി നോക്കാം. എൻ്റെ ജീവിതത്തിൽ ഏത് തീയാണ് പിടിച്ചിരിക്കുന്നത്? മോഹത്തിൻ്റെ തീ എന്നെ പിടിച്ചിട്ടുണ്ടോ? ഫാഷൻ്റെ തീ എന്നെ പിടിച്ചിട്ടുണ്ടോ? ഭക്ഷണത്തിൻ്റെ തീ എന്നെ പിടിച്ചിട്ടുണ്ടോ? ജഡിക മോഹങ്ങളുടെ തീ എന്നെ പിടിച്ചിട്ടുണ്ടോ? ഭൗതിക വസ്തുക്കളുടെ തീ എന്നെ പിടിച്ചിട്ടുണ്ടോ? ജഡിക ഉല്ലാസങ്ങളുടെ തീ എന്നെ പിടിച്ചിട്ടുണ്ടോ? ഇൻ്റർനെറ്റിൻ്റെ തീ എന്നെ പിടിച്ചിട്ടുണ്ടോ? അന്യബന്ധങ്ങളുടെ തീ എന്നെ പിടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണർന്ന് കരയേണ്ട സമയമായിപ്പോൾ. നമുക്ക് പറയാൻ പറ്റുമോ, കർത്താവേ ഞാൻ അറിഞ്ഞില്ല, ഒരു ചെറിയ തീയാണ്, അത് കുഴപ്പമില്ലെന്ന് ഞാൻ ചിന്തിച്ചു, പക്ഷേ ഇതെൻ്റെ ജീവിതത്തെ നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഉണർന്ന് കരയുന്നു, എനിക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ശക്തിയില്ല. കർത്താവെ, പലപ്പോഴും
നിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ വേലിക്കല്ലുകളെ ഞാൻ പൊളിച്ചു കളഞ്ഞു. വിശുദ്ധിയുടെ കമ്പിവേലി കൊണ്ട് നിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ കല്ലുകളെ കെട്ടി എന്നെ തന്നെ സൂക്ഷിക്കേണ്ടതായിരുന്നുവെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്ന കർത്താവേ. പക്ഷെ പല സമയത്തും വിശുദ്ധിയുടെ വേലിക്കല്ല്, വിശുദ്ധിയുടെ ആ കമ്പിക്കെട്ട് അത് ഞാൻ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പിശാചിന് അവസരത്തെ കൊടുത്തു. ഒരാണിയല്ല ഉള്ളോ എന്ന് ചിന്തിച്ച പല പാപങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിച്ചു കയറ്റിയിട്ടുണ്ട്. എന്നാൽ കർത്താവെ, പിശാച് അതിലൂടെ അവനവൻ്റെ പദ്ധതി എന്നിൽ നിറവേറ്റുവാൻ നോക്കുകയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഞാൻ അനുവദിക്കത്തില്ല കർത്താവെ. ഞാൻ ഉണർന്ന് നിൻ്റെ സന്നിധിയിൽ കരയുകയാ. കർത്താവെ, എനിക്കൊരു വിടുതൽ ആവശ്യമുണ്ട്. കർത്താവെ, എനിക്കൊരു മടങ്ങി വരവ് ആവശ്യമുണ്ട്. ഞാൻ ഇന്ന് ഉണർന്ന് കരയുക, ഞാൻ അനുതപിക്കുക കർത്താവെ. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മണ്ഡലങ്ങളിലും ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി നോക്കിക്കേ. എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ ആ വിശുദ്ധിയുടെ ന്യായപ്രമാണത്തിൻ്റെ വേലിക്കല്ലുകളെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എത്രയോ മണ്ഡലങ്ങളിൽ ആ വിശുദ്ധിയുടെ ആ കമ്പിവേലി നമ്മൾ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ പിശാച് നമ്മുടെ ജീവിതത്തിൽ കയറിക്കൂടിയത്, അല്ലാതെ ഒരിക്കലും നടക്കത്തില്ല. ഇന്ന് കർത്താവെ, വീണ്ടും ന്യായപ്രമാണത്തിൻ്റെ ആ വേലിക്കല്ലിൽ വിശുദ്ധിയുടെ ആ പുതിയ വേലി കെട്ടി പിശാചിനെ പുറത്താക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് ദൈവസന്നിധി പറയും? കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം ദൈവസന്നിധിയിൽ പറ, കർത്താവേ, ഹല്ലേലൂയ, ഞാൻ ഇനി ബോധമില്ലാതെ കിടക്കുകയല്ല. ഒരു മദ്യപൻ്റേതുപോലെ കർത്താവേ, ബോധമില്ലാത്ത ഒരു സ്റ്റേജിലല്ല. ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു, എൻ്റെ കുറവുകളെ ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞാൻ ആരാണ് എന്ന് എനിക്കറിയാം. ഐ ആം എ പ്രിൻസ്. കർത്താവേ, നിൻ്റെ രാജ്യത്തിൽ നിൻ്റെ രാജകുമാരന്മാരായി നീ ഞങ്ങളെ വിളിച്ചിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും രാജകുമാരന്മാർക്ക് യോജിക്കാത്ത രീതിയിൽ ലോകത്തിലെ തെരുവ് ഗുണ്ടകളുടെ കൂടെ ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. കർത്താവേ, ഞങ്ങൾ വാഴേണ്ടവരാണ്. ഞങ്ങൾക്ക് വേണ്ടി നീ ഒരു വലിയ രാജ്യം ഒരുക്കുകയാണ്. ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള തിരിച്ചറിവിലെ ആ ബോധ്യത്തിൽ കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ പ്രവൃത്തികളെ ഒന്ന് വിലയിരുത്താൻ നീ ഞങ്ങളെ സഹായിക്കണമേ. തേജസ്സിലേക്ക് യാത്ര ചെയ്യുന്ന ഞങ്ങൾക്ക് തെരുവിൻ്റെ മലിനതകൾ ഞങ്ങളുടെ ഉടുപ്പിൽ പറ്റിക്കുവാൻ അവകാശമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ ഞങ്ങളുടെ വസ്ത്രങ്ങളെ പലപ്പോഴും മലിനമാക്കിയിട്ടുണ്ട് കർത്താവേ. ഇന്ന് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ഞങ്ങൾ ഒരിക്കലൂടെ ഞങ്ങളുടെ അങ്കിയെ അലക്കി വെളുപ്പിക്കുകയാ കർത്താവേ. ആ തേജസ്സിൻ്റെ വസ്ത്രം ഞങ്ങൾക്ക് മീതെ ഉടുക്കേണ്ടതിന് വേണ്ടി ഇന്ന് ഈ പകലിൽ കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുക കർത്താവേ. കർത്താവേ, ന്യായപ്രമാണത്തിൻ്റെ ആ വേലിക്കല്ലുകളെ പലപ്പോഴും ഞങ്ങൾ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കുന്നത് കർത്താവേ. ഞങ്ങളുടെ പിന്മാറ്റത്തിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. എന്നാൽ കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ വീടിൽ പിടിച്ചിരിക്കുന്ന തീയ് അത് പെട്ടെന്ന് ആളി പടരുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ മടങ്ങി വരുന്ന കർത്താവേ. കർത്താവേ, ഞങ്ങൾ കരഞ്ഞുകൊണ്ട് മടങ്ങി വരുന്ന കർത്താവേ. ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള യോഗ്യതയോ അതിനുള്ള അവകാശമോ ഒന്നുമില്ല കർത്താവേ. പക്ഷേ ഞങ്ങളിപ്പോൾ നിൻ്റെ സന്നിധിയിൽ അലറി കരയുക കർത്താവേ. ഞങ്ങൾ ബോധമുള്ളവരായി കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ തെറ്റുകളെ കണ്ട് ഞങ്ങൾ ആരാകേണ്ടതാണെന്നുള്ള ബോധ്യത്തോടുകൂടെ നിന്റെ സാന്നിധ്യത്തിലേക്ക് വരികയാണ് കർത്താവേ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ, യേശുവിൻ്റെ നാമത്തിൽ.